ഇവിടുത്തെ ലോക്കൽ പോലീസ്, ഇവിടുത്തെ കേരള പോലീസ്, ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒന്നും ഈ കളക്ടറുടെ റോളിനെ കുറിച്ച് അവരന്വേഷിക്കത്തില്ല, അന്വേഷിക്കാൻ പറ്റത്തില്ല അവർക്ക്. അതാ കാര്യം. ഇനി അതിന് നിർബന്ധമായിട്ട് CBI തന്നെ വരണം. കാര്യം അതുവരെ, അതായത് ഈ മൊഴി കൊടുക്കുന്നത് വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയാവും? സംശുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ്, നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നവീൻ ബാബു എന്നാണ്. ഒരു കുഴപ്പമില്ല, ഒരു പരാതി അയാളെ കുറിച്ചില്ല. പക്ഷേ ഈ പോലീസ് മൊഴി എടുത്തപ്പോൾ രഹസ്യമായിട്ട്, കാരണം ഈ പോലീസിൻ്റെ കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒപ്പിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒപ്പിടണ്ട ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്, അതിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ല. പക്ഷേ അതിനകത്ത് അയാളുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞേ, അയാളുടെ ചേംബറിൽ വന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ് അയാൾ കൺഫ്യൂസ് ചെയ്തെന്നായി പറയുന്നത്. മനസ്സിലായല്ലേ? ഇതിനകത്ത് അയാൾ കുഴപ്പം കാണിച്ചു എന്നുള്ളതാണ് അയാൾ അഡ്മിറ്റ് ചെയ്തെന്നാണ് ഇയാൾ പറയുന്നത്. ആ പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇയാൾ കള്ളനാന്ന് മനസ്സിലാക്കണം. അത്രയും കള്ളത്തരം വിളിച്ചു പറയുമ്പോൾ അയാളെ കൺഫ്രണ്ട് ചെയ്യണം. നിങ്ങൾ ഇന്നാൾ പറഞ്ഞ എന്താണ്, ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ ചോദിക്കണമെങ്കിൽ CBI വരണം. അല്ല ഇവിടുത്തെ കേരള പോലീസിന് ഇത് ചോദിക്കാൻ ഒക്കത്തില്ല, നീ പോടാവില്ലേ എന്ന് ഇയാൾ പറയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ CBI തന്നെ വരണം. അല്ലെങ്കിൽ ഈ കളക്ടറുടെ ഇതിനകത്തുള്ള റോളുണ്ടല്ലോ, അതൊന്നും വെളി വരുത്തില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ഒരിക്കൽ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഒരു വിമർശനം ഉണ്ടായിട്ടുള്ളതാണ്. CBI ഒരു കൂട്ടിലടച്ച തത്തയാണോ എന്ന് ചോദിച്ചു. അത് ശരിയാണ്. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ കീഴിലാണല്ലോ CBI. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഇതിലാണ് CBI വരുന്നത്. അതായത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്, ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള ചില അന്വേഷണങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ താമസിപ്പിക്കും. കാരണം അത് അവരുടെ മാസ്റ്ററായി. ഇവിടുത്തെ കേരള പോലീസ് ചെയ്യുന്നത് തന്നെ അവിടെയും ചെയ്യുന്നത് ചിലപ്പോൾ. പക്ഷേ ഇതിനകത്ത് CBI കൂട്ടിലടച്ച തെറ്റാവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? CBI അന്വേഷിച്ചത് ശരിയാകത്തില്ല, കേരള പോലീസ് തന്നെ അന്വേഷിക്കണം. ഞങ്ങളുടെ പോലീസ്, ഞങ്ങൾ ഒരാളെ കൊല്ലുന്നു, ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കണം എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇവരുടെ പോലീസ് തന്നെ അന്വേഷിക്കണം. CBI അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല വിവരങ്ങൾ വെളിയിലായാലും. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള ഭയപ്പാടോടുകൂടി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ പുലമ്പുന്നു ഒന്നും ചെവിക്കൊള്ളരുത് ആരും. അതാ വേണ്ടത്. കാരണം CBI കൂട്ടിലടച്ചാണ്, ശരിയാണ്, പല കാര്യങ്ങളിലും കൂട്ടിലടച്ചാണ്. എൻഫോഴ്സ്മെന്റ് അങ്ങനല്ലേ, ED കൂട്ടിലടച്ചതല്ലേ, അങ്ങനെയൊക്കെ വരും. അത് ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു മെഷീനറിക്ക് അങ്ങനെ വരും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇമ്പാർഷ്യലായിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത് ഇവിടെ CBI ആണ്. കാരണം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ് ഈ കേസിലെ പ്രതിയായിട്ട് സംശയിക്കുന്ന ആൾ. അതുകൂടാതെ ഈ ഗവൺമെന്റിൽ തന്നെ കളക്ടർ, ജില്ലാ കളക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഈ പാർട്ടി അനുഭാവിയായിട്ടുള്ള പ്രശാന്തൻ എന്ന് പറയുന്ന ആള് കള്ളത്തരം എല്ലാം മുഴുവൻ കാണിച്ചു വെച്ചേക്കാണ്. അതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇതിൽ പ്രതികൾ. ഇനി ഇതിനെ കൂടുള്ള എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷണത്തിൽ നിന്നേ മനസ്സിലാവും. പക്ഷെ ആ അന്വേഷണം എല്ലാം വഴിമുട്ടും. അത് ഇവർക്ക് ഇവിടുത്തെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ശരിയാക്കി ഈ പ്രശാന്തിനെയൊക്കെ വെള്ളപൂശിയെടുക്കണം. കാരണം പ്രശാന്തിനെയൊക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇത് വലിയ തലങ്ങളിലേക്ക് പോകും. കാരണം ഇതിൻ്റെ പുറകിൽ ഇത് മാത്രമൊന്നുമല്ല. പിന്നെ ഇത് മാത്രമാണോ, ഈ പെട്രോൾ ബങ്കിൻ്റെ ഇഷ്യൂ മാത്രമാണോ ഈ മരണത്തിലേക്ക്, അതായത് ഈ അൺനാച്ചുറൽ ഡെത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. ഇത് വേറെ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ പുറകെ വേറെയും കാണും. പെട്രോൾ ബങ്ക് എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനുമൊക്കെ മുകളിൽ ഉള്ള വേറെ ഇടപാടുകൾ ഈ നവീൻ ബാബുവിനോടുള്ള വൈരാഗ്യത്തിന് ഉള്ള കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഇതുപോലെ അദ്ദേഹം ഇത് എഴുതി കൊടുത്തതാണ്, ഈ NOC കൊടുത്ത ആണ്. ആ NOC കൊടുത്തത് അതും വാങ്ങിച്ചു വെച്ചുകൊണ്ട് അതിന് മാത്രമായിട്ട് ഇതിന് ഇറങ്ങുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ ഒരാൾ ഇപ്പോൾ ചോദിച്ച മാതിരി കാസർഗോഡ് എന്നുള്ള ഒരാളെ എന്നെ വിളിച്ച് ഏഷ്യാനെറ്റിലെ ചർച്ച ഞാൻ നടത്തി കഴിഞ്ഞപ്പോൾ വിളിച്ചു, സാർ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ചോദിച്ചാൽ എന്താണ്? അല്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കാര്യം പറയാം. ഞാൻ അന്നേരം 2 ദിവസത്തിനകം നിങ്ങൾക്ക് വ്യക്തമാവും, ബോധ്യമാവും, നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞില്ലേ? ആ കാണിച്ചെന്ന് എന്താണെന്ന് സാറിന് അറിയാവൂ? ഞാൻ ചോദിച്ചു എന്താ, ഇതുവരെ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു അല്ല സാർ, കാണിച്ചു, നവീൻ ബാബുവിൻ്റെ മരണം അതാണ് കാണുമെന്ന് പറഞ്ഞതെന്നാണ് അയാൾ പറഞ്ഞത്. സത്യത്തിൽ ആ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുകയാണ്. അതും ആലോചിക്കണം.